തമിഴ്നാട് പരസ്യമായിട്ട് ലംഘിക്കുകയാണ്. അപ്പൊ അവര് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ അവരുടെ ഡാമുകൾ നിറച്ചു വയ്ക്കുന്നത്. ആ ഡാമുകൾ നിറച്ചു വയ്ക്കുമ്പോൾ വെള്ളം അധികമാകുമ്പോൾ മാത്രമാണ് നമുക്ക് തുറന്നു വിടുന്നത്. ആ തുറന്നു വിടുന്നത് എപ്പോഴാ? തുറന്നു വിടുന്നത് നമുക്ക് വെള്ളം വേണ്ടാത്ത സമയത്തും വെള്ളം അധികമായി പോകുന്ന സമയത്തുമാണ്. ശരിക്കും കേരളത്തിലുള്ള 3 ഡാമുകൾ, കേരളത്തിന്റെ അതിർത്തിയിലുള്ള 3 ഡാമുകളുടെ നിയന്ത്രണം തമിഴ്നാടിനാണ്. നമ്മുടെ 38% വൃഷ്ടിപ്രദേശത്താണ്, നമ്മുടെ വൃഷ്ടിപ്രദേശമാണ്. അവിടെ നിന്ന് കിട്ടുന്ന വെള്ളമാണ്. അപ്പൊ നമുക്ക് വെള്ളം തരുന്നത് തന്നെ നമ്മുടെ മഴയുടെ ലഭ്യത അനുസരിച്ചും നീരൊഴുക്കും ഒക്കെ കണക്കാക്കിയിട്ടാണ് നമുക്ക് വെള്ളം തരുന്നത്. അപ്പൊ പലപ്പോഴും വെള്ളം തരേണ്ടി വരുന്നില്ല. നമുക്ക് വെള്ളം ഉള്ള സമയത്ത്, ഇല്ലാത്ത സമയത്ത് വെള്ളം ലഭ്യമാകുന്നുമില്ല എന്നുള്ള വളരെ വിചിത്രമായ കാര്യമാണ്. അപ്പോൾ നമുക്കിതൊരു വലിയ പോരാട്ടമായി മാറ്റി. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ചാലക്കുടി ഷോളയാർ ഡാം നിറച്ചു തരാത്തതിനെ കൊണ്ട് ഈ നാടിനുണ്ടാകുന്ന പ്രയാസങ്ങളെ കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്ത് ഈ വിഷയം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നു. എന്നാൽ ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, ഇന്ന് ഈ പ്രദേശത്തെ ജനങ്ങൾ അതിരൂക്ഷമായ വരൾച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നിഷ്ക്രിയമായ ഒരു ഗവൺമെന്റ്, ഇടപെടേണ്ട മുഖ്യമന്ത്രി ഇന്ന് വിദേശ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന പറമ്പിക്കുളം അണക്കെട്ടിൽ നിന്നും ആ അണക്കെട്ട് നിർമ്മിച്ചതിന് ശേഷം ഇന്ന് വരെ ചാലക്കുടി പുഴക്കടത്തിന്റെ ആവശ്യങ്ങൾക്കായിട്ട് ഒരു തുള്ളി വെള്ളം പോലും കിട്ടിയിട്ടില്ല. അതേസമയം 2018 ഉൾപ്പെടെ മഴക്കാലമായി കഴിഞ്ഞാൽ അവിടെ അണക്കെട്ട് നിറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും മുന്നറിയിപ്പ് പോലും ഇല്ലാതെ വലിയ തോതിൽ അവിടെ വെള്ളം തുറന്നു വിടുകയും അത് പെരിങ്ങൽകുത്തിലെത്തുകയും അത് താഴെ ചാലക്കുടി പുഴയിൽ വെള്ളപ്പൊക്കം കൂടുതൽ രൂക്ഷമാക്കുകയും ചെയ്യുകയാണ്. പറമ്പിക്കുളം ആളിയാർ കരാർ പ്രകാരം കേരളത്തിന് അർഹമായ ജലം നേടിയെടുക്കണമെന്നും ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ടും ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഉപവാസ സമരം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി ഇടമലയാർ ഇറിഗേഷൻ പ്രൊജക്ട് ഡിവിഷൻ ഓഫീസിന് മുൻപിൽ നടന്ന സമരത്തിൽ പരിസ്ഥിതി, സാമൂഹിക പ്രവർത്തകരും പൊതുജനങ്ങളും ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. ബെന്നി ബെഹന്നാൻ MP മുഖ്യ പ്രഭാഷണം നടത്തി. നഗരസഭാ ചെയർമാൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമഠത്തിൽ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ലീല സുബ്രഹ്മണ്യൻ, കോടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ്, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ആലീസ് ഷിബു, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് ചെയർപേഴ്സൺ ലീന ഡേവിസ്, പരിസ്ഥിതി പ്രവർത്തകരായ SP രവി, മോഹൻദാസ് മാസ്റ്റർ, കുസുമൻ ടീച്ചർ, പാർട്ടി നേതാക്കളായ VO പൈലപ്പൻ, MT ഡേവിസ്, TA ആൻഡോ, PK ബാസി, ഷോൺ പെല്ലിശ്ശേരി, CG ബാലചന്ദ്രൻ, OS ചന്ദ്രൻ, II അബ്ദുൾ മജീദ്, ചാലക്കുടി ഫൊറോന വികാരി ഫാദർ ജോളി വടക്കൻ, ഷിബു വാലപ്പൻ, കലാകാരന്മാരായ കലാഭവൻ ജയൻ, മുരളി ചാലക്കുടി, ജോബി കലാഭവൻ എന്നിവർ പ്രസംഗിച്ചു. നിരവധി സംഘടനകളും വ്യക്തികളും സമരത്തിന് ഐക്യദാർഢ്യവുമായി എത്തി. ഇതൊരു താൽക്കാലികമായ ഒരു ഇടപെടൽ ഇതിനകത്ത് ഉണ്ടാകണം. ഹ്രസ്വകാലത്തേക്കും ദീർഘകാലത്തേക്കുമുള്ള പരിഹാരമാണ് നമുക്ക് ഈ വിഷയത്തിന് ആവശ്യം. ഇത് തന്നെ ഇടമലയാറിലും ഇതേ പ്രോബ്ലം നമുക്കുണ്ട്. ഇടമലയാറിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്നുണ്ട് പെരിയാറിലെ. എനിക്ക് തോന്നുന്ന ആലിയാറിലെയും നീരാറിലെയും വെള്ളമാണ് അവിടെ ഇടമലയാറിൽ വന്നിട്ടാണ് ഇടമലയാറിൽ നിന്നും വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. ചില സമയത്ത് ഇടമലയാറിൽ നിന്നും വെള്ളം കൊണ്ടുപോകാത്ത സമയത്ത് നമ്മുടെ ഫ്ലഡിന്റെ സമയത്താണ്. അപ്പോഴാണ് നമുക്ക് അവിടെ വെള്ളം വളരെയധികം നിറയുന്നത്. അപ്പോൾ നമുക്കത് ഈ ചാലക്കുടി പുഴയും പെരിയാറും ഒക്കെ ശ്രദ്ധിക്കുന്ന ഭാഗമൊക്കെ നമ്മുടെ അവിടെയാണ്. കഴിഞ്ഞ 2018 വെള്ളപ്പൊക്കത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതമുണ്ടായത് ചാലക്കുടിയിലും പറവൂരുമാണ്. ഏറ്റവും കൂടുതൽ. ഞാൻ പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ മാത്രമല്ല അവിടെ വന്നിരുന്നു. സനീഷിനെ പോലെ തന്നെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഇതുകൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു മേഖലയിലെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ കൂടിയാണ് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ നമുക്ക് സംയുക്തമായിട്ട് തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. ഗവൺമെന്റിന്റെ ഇടപെടൽ വേണം, സർക്കാരിന്റെ ഇടപെടൽ. ഈ ഫെബ്രുവരി 1 വെള്ളം നിറയ്ക്കണം എന്നുള്ള കരാർ തമിഴ്നാട് പാലിക്കാത്ത സമയത്ത് ഏത് തരത്തിലുള്ള ഇടപെടലാണ് ഗവൺമെന്റിന്റെ ബാധ്യത ഉണ്ടായത്? അതാണ് ചോദ്യം. വളരെ ലളിതമായ ചോദ്യമാണ്. നമുക്കൊരു എഗ്രിമെന്റ് ഉണ്ട്. ആ എഗ്രിമെന്റിന് വളരെ കുറച്ച് വ്യവസ്ഥകളെ നമുക്ക് അനുകൂലമായിട്ടുള്ളൂ. നിലവിലുണ്ടാവുന്ന വ്യവസ്ഥകൾ മാത്രമാണ് നമുക്ക് അനുകൂലമായിട്ടുള്ളത്. അതിന് ഏറ്റവും പ്രധാനമായ വ്യവസ്ഥ, നമുക്ക് അനുകൂലമായ വ്യവസ്ഥ ഫെബ്രുവരി 1 കേരള ഷോളയാർ വെള്ളം നിറയ്ക്കാവുന്നതാണ്.
അത് 77%, 76 അല്ലെ 76% മാത്രം നിറച്ചപ്പോൾ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഒരു ഇടപെടൽ ഉണ്ടായില്ല എന്നതാണ് ഞങ്ങളുടെ ചോദ്യം. എന്തുകൊണ്ടുണ്ടായില്ല? ആ വ്യവസ്ഥ പാലിക്കാൻ തമിഴ്നാടിനെ നിർബന്ധിക്കാൻ മന്ത്രിതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും ചർച്ചകൾ നടത്തി, മുഖ്യമന്ത്രി തന്നെ ഇടപെട്ട് സമ്മർദ്ദം ചെലുത്തി നമുക്ക് ആവശ്യമായ വെള്ളം നിറയ്ക്കാനുള്ള നടപടി സ്വീകരിച്ചില്ല. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും വലിയ അലംഭാവവും നിസ്സംഗതയുമാണ് ഇന്നത്തെ ഈ ജലദൗർലഭ്യത്തിലുള്ള പ്രധാനപ്പെട്ട കാരണം. വർഷകാലമായാൽ പ്രളയം, വേനൽക്കാലമായാൽ അതിരൂക്ഷമായ വരൾച്ച എന്ന ഒരു സ്ഥിതിയിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി നിയോജക മണ്ഡലങ്ങളെ ഹരിതാഭമായി നിലനിർത്തുന്നതിന് കാരണം പനമ്പള്ളി ഗോവിന്ദമേനോൻ അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തിൽ ആസൂത്രണം ചെയ്ത തുമ്പൂർമൊഴി ഡൈവേർഷൻ സ്കീമാണ്. എന്നാൽ ഇന്നത്തെ അവസ്ഥ ഇന്നെന്താണ്? 400 കിലോമീറ്ററോളം വരുന്ന ഈ കനാലുകളിലൂടെ വരുന്ന വെള്ളമാണ് ഈ പ്രദേശത്തെ ഹരിതാഭമായി നിർത്തുന്നത്. എന്നാൽ ഇന്ന് ആ ഡൈവേർഷൻ സ്കീം ഒരു മരണ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ, പ്രതിപക്ഷ നേതാവും SP രവിചന്ദ്രനും ഒക്കെ സൂചിപ്പിച്ചതുപോലെ, ഈ PAP കരാർ, ആ കരാറിന്റെ അപാകതകൾ, നമുക്ക് അനുകൂലമായ കാര്യങ്ങൾ പോലും ഇപ്പോൾ നടപ്പിലാക്കുന്നതിൽ ഈ ഗവൺമെന്റ് പരാജയപ്പെടുമ്പോൾ ചാലക്കുടിയുടെ ജൈവ വൈവിധ്യം ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് വെള്ളപ്പൊക്കം തരാൻ വേണ്ടി മാത്രമായിട്ട് ചാലക്കുടി പുഴയിൽ ഏറ്റവും വലിയ അണക്കെട്ട് നിൽക്കുന്നു. വെള്ളപ്പൊക്കം വരൾച്ചയും തരാൻ വേണ്ടിയിട്ട് വേനൽക്കാലത്ത് ആ വെള്ളം നമുക്ക് നിഷേധിക്കുകയാണ്. അവിടെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരള ഷോളയാറിലെ ആദ്യത്തെ വെള്ളം നമുക്കാണെന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ പറമ്പിക്കുളത്ത് അവർ കുറെ കണക്കൊക്കെ ഉണ്ടാക്കി. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടുന്ന് 14 TMC, അത് കഴിച്ച അധികം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പാലക്കാട് വെള്ളം കുറവാണ്, അപ്പൊ ചിറ്റൂർ പുഴയ്ക്ക് വേണ്ടി കുറച്ച് വെള്ളം, ഇത് കഴിഞ്ഞ് ബാക്കി ഉണ്ടെങ്കിൽ ചാലക്കുടി പുഴയ്ക്ക്. ചാലക്കുടി പുഴയിലാണ് ഈ പറയുന്ന അണക്കെട്ട്. എന്നിട്ട് ബാക്കി എല്ലാവർക്കും എടുത്തിട്ട് അവശേഷിക്കുന്നുണ്ടെങ്കിൽ ചാലക്കുടി പുഴയ്ക്ക് എന്നുള്ള രീതിയിലാണ് ആ വ്യവസ്ഥ വെച്ചത്. ആ വ്യവസ്ഥയാണ് നമ്മുടെ ഉദ്യോഗസ്ഥന്മാരും നമ്മുടെ അന്നത്തെ ഈ മന്ത്രിമാരും എല്ലാം ചേർന്ന് ഒപ്പിട്ട് കൊടുത്തത്.